ബംഗാൾ രാഷ്ട്രീയം, പോലീസ് സംവിധാനം, ഭരണം ഇതൊക്കെ തന്നെ രാജ്യത്ത് വലിയ ചർച്ചാ വിഷയമായി. സുവേന്ദു അധികാരത്തിൽ വന്നപ്പോൾ ഇപ്പോൾ ഇതാ കേൾക്കുന്നു, മുൻ IPS ഉദ്യോഗസ്ഥയായ ദമയന്തി സെന്നിന് ഒരു നിർണായകമായ പദവിയിലേക്ക് വരാൻ പോകുന്നു. അജയ് പാൽ ശർമ്മ എന്ന് പറയുന്ന എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റിനെ നേരത്തെ തന്നെ കൊണ്ടുവന്നു. ചുരുക്കം പറഞ്ഞാൽ മമതയുടെ ഓരോ നീക്കങ്ങളെയും അടിവേരിളക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് സുവേന്ദു അധികാരി കൃത്യമായ പ്ലാനിങ് നടത്തുന്നു. ഇതിനിടയിൽ കേട്ട മറ്റൊരു വാർത്ത, മമതാ ബാനർജി ഇടയ്ക്ക് വക്കീലിൻ്റെ കുപ്പായവുമൊക്കെ ഇട്ട് കോടതിയിൽ പോയി വാദിച്ചു. കേരളത്തിലെ അടക്കം മാധ്യമങ്ങൾ ഈ മമതയുടെ പ്രവർത്തനത്തെ അല്ലെ ആ ഒരു പെർഫോമൻസിനെ വലിയ രീതിയിൽ പ്രകീർത്തിച്ചു. ഇപ്പോൾ കേൾക്കുന്നു, ബാർ കൗൺസിൽ ചോദിക്കുന്നു, ഇത്രയും കാലം ഇതൊന്നും ചെയ്യാതിരുന്ന മമതയ്ക്ക് ഈ പറയുന്ന സന്നദ്ധുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ലൈസൻസ് ഇപ്പോഴും ഉണ്ടോ എന്നൊക്കെ രീതിയിലുള്ള ചോദ്യവും വരുന്നു. ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ മമതയ്ക്ക് ഇനി ഒരിക്കലും ഉയർന്നു വരാൻ കഴിയാത്ത രീതിയിൽ വലിയ അടി BJP സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? അത് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അവർ വ്യക്തമാക്കിയതാണ്. ഈ അനഭിനരാക്കിയിട്ട് മമത ഓടിച്ചു വിട്ടവരും അവഗണിച്ചു വിട്ടവരും ഒക്കെ ആയ പോലീസ് ഓഫീസർമാർ അവരെല്ലാം തിരിച്ചു കൊണ്ടുവരും. അത് അവർ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ TMCയുടെ പ്രവർത്തകരെ പോലെ പെരുമാറിക്കൊണ്ടിരുന്ന DGPമാർക്ക് അവരെല്ലാം തിരിച്ച് അവരവരുടെ ലാവണങ്ങളിലേക്ക് വിടും. പിരിച്ചുവിടുകയൊന്നുമില്ല, പക്ഷെ അവരുടെ പേരിൽ നടപടിയുണ്ട്. ആ നടപടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. മമതയ്ക്ക് സംഭവിച്ച ഏറ്റവും വലിയ അടിയെന്ന് പറയുന്നത് അവരുടെ വോട്ടർമാരുടെ നേർക്ക് സുവേന്ദു അധികാരി ഒരു കടന്നുകയറ്റം നടത്തിയിരിക്കുന്നു. സുവേന്ദു അധികാരി രണ്ട് കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, പൊതുനിരത്തിൽ നമാസ് നിരോധിച്ചു. ഇത് രണ്ടുപേരും ഒരുമിച്ചാണ് ചെയ്യുന്നത്. യോഗി ആദിത്യനാഥും അതേ ദിവസം പ്രഖ്യാപിച്ചു, സുവേന്ദു അധികാരിയും പ്രഖ്യാപിച്ചു. കൽക്കത്തയിൽ വലിയ സമരം നടക്കും. അപ്പോൾ അത് മമതയുടെ വോട്ട് ബാങ്കിനിട്ടുള്ള ആദ്യത്തെ ഒരു കൊട്ടാണ്. നമ്പർ 2, ഈ ഇമാംമാർക്ക് ഒരു ഇത് കൊടുക്കുന്നുണ്ടായി, ഓണറേറിയം കൊടുക്കുന്നുണ്ടായിരുന്നു, 3000 രൂപ. ഹിന്ദു പൂജാരിമാർക്ക് 2000 രൂപ ഇത് വെച്ച് കൊടുക്കുന്നുണ്ടായി. സുവേന്ദു അധികാരി ഇത് രണ്ടും നിർത്തലാക്കി ഉത്തരവിട്ടു. ഇവർക്കൊന്നും കുഞ്ഞു കാശ് കൊടുക്കേണ്ട കാര്യമില്ല, അവരുടെ മതം അവർ നടത്തിക്കൊണ്ട് പോകുന്നു, സർക്കാർ ഇങ്ങനെ കാശ് കൊടുക്കും. പൂജാരി അമ്പലത്തിൽ പൂജ ചെയ്യുന്നു, ഏതോ അമ്പലം, അപ്പോൾ അത് അമ്പലത്തിൻ്റെ ചിട്ടയനുസരിച്ച് എന്താണെന്ന് കൊടുത്തോണ്ട് ഈ ഓണറേറിയം കൊടുക്കുന്ന ഏർപ്പാടില്ല, ഇമാമിനും ഇല്ല. അപ്പോൾ ഈ ഇമാമാരുടെ എണ്ണമാണ് കൂടുതൽ. സ്വാഭാവികമായിട്ട് അത് മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഏർപ്പാടാണ്. പ്രത്യക്ഷത്തിൽ നമുക്ക് സെക്യുലർ എന്ന് തോന്നുമെങ്കിലും പരോക്ഷമായിട്ട് അത് മമതയുടെ വോട്ട് ബാങ്കിനായിട്ടുള്ളൊരു ഹിറ്റാണ്. പിന്നെ മമതയുടെ വക്കീൽ എന്ന് പറയുന്നത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് കാര്യമാണ്. അവർ LLB എടുത്തിരുന്നു, അതിൽ സംശയമൊന്നുമില്ല. അവർ പണ്ട് 90കളിൽ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് തല്ല കിട്ടുമ്പോൾ അല്ലെങ്കിൽ അവരെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ജാമ്യം എടുക്കാനൊക്കെ അവരെന്നത് മമതാ ബാനർജിയാണ്. അതൊരു ഷോയാക്കി അവർ മാറ്റിയിരുന്നു. അവരുടെ വീറും അതുമൊക്കെ എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരിക ജാമ്യത്തിൽ, ഇതൊക്കെ അവർ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അതിനുശേഷം അവർ ഈ വക്കീൽ പണി ഒരിക്കലും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ വക്കീലായിട്ട് നിലനിൽക്കണമെങ്കിൽ വല്ലപ്പോഴുമെങ്കിലും കേസുകളും ഉണ്ടായിരിക്കണം. കോടതിയിൽ പോകണമെന്നില്ല, കേസിൽ സാറിൻ്റെ പേര് വന്നാൽ മതി. കോടതിയിൽ പോയില്ലെങ്കിൽ പോലും ഈ വക്കാലത്ത് കേസ് കിട്ടുമെന്ന് പറയാം. വക്കാലത്തിൽ നമുക്ക് കാണാമല്ലോ, അഡ്വക്കേറ്റ് തങ്കപ്പൻ പിള്ള, അതിന് താഴെ അഡ്വക്കേറ്റ് രമ, ഉമ, അഡ്വക്കേറ്റ് അഷ്റഫ്, എന്ന് പറഞ്ഞിട്ട് 4-5 പേരുണ്ട്. ഈ പേരുകളെല്ലാം തന്നെ കോടതിയിൽ പോകും. വാദിക്കുന്നതും പിടിക്കുന്നതും ഒക്കെ തങ്കപ്പൻ പിള്ളയാണ്, പക്ഷേ ഈ താഴെയുള്ളവരുടെ പേര് അവിടെയുണ്ട്. തങ്കപ്പൻ പിള്ള ഇല്ലെങ്കിൽ ഇവർ ഹാജരാകാനും ഇവർക്ക് പ്രൊവിഷൻ. അപ്പോൾ നിങ്ങൾ ലൈവ് വക്കീലാണ്. അപ്പോൾ അത് പിന്നെ ബാർ കൗൺസിലെ അംഗത്വം പുതുക്കുക, ഇതുപോലത്തെ ചെറിയ പരിപാടികളൊക്കെ. ഇതൊന്നും ഇവർ ചെയ്ത് കാണാൻ വഴിയില്ല. അവർ ഫുൾ ടൈം പൊളിറ്റീഷ്യനായിട്ട് മാറിയല്ല. ഇത് സാധാരണ പൊളിറ്റീഷ്യൻസൊക്കെ LLB ഉണ്ടെന്ന് പറയുമെങ്കിലും അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതുപോലത്തെ ഫോർമാലിറ്റീസ് അവർ കംപ്ലീറ്റ് ചെയ്ത് കാണില്ല. അപ്പോൾ LLB ഡിഗ്രി ഉണ്ട്, ഡിഗ്രി ഇല്ല എന്നൊന്നും ആരും പറയില്ല, പുറത്ത് പറയാം. പക്ഷേ കോടതിയിൽ നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാൻ പറ്റില്ല. ആ ഒരു സാങ്കേതികത്വം വെച്ചിട്ട് മമതയെ ഒന്നും നാണം കെടുത്താൻ പറ്റുമോ എന്നുള്ള നോട്ടമാണ് ഈ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ എൻക്വയറി നടത്തിയിരിക്കുന്ന അവർക്ക് സന്നദ്ധമുണ്ടോ എന്നൊക്കെ. അതില്ലെങ്കിൽ പോലും കോടതിയിൽ സംഭവിച്ചതെന്താ, ഇത്
അവരാദ്യം SIR കേസിൽ ഒന്ന് സുപ്രീം കോടതിയിൽ ഹാജരായി. അന്നൊരു 20 മിനിറ്റ് നേരം അവർ ഷൈൻ ചെയ്തു, വക്കീലന്മാരത് പോട്ടെ എന്ന് വെച്ചു. ഇതിപ്പോൾ സംഭവിച്ച് പോസ്റ്റ്പോൾ വയലൻസിൻ്റെ പേരിൽ അവർ കൽക്കട്ട ഹൈക്കോടതിയിൽ ഹാജരായി. അപ്പോൾ അവർ ഫുൾ ഡ്രസ്സിലാണ് ഹാജരാകുന്നത്, ഗൗണും മറ്റേ നെക്ക് ടൈ അത് ഇതൊക്കെ വെച്ചിട്ട് ഫുൾ വക്കീൽ. അപ്പോഴാണ് ബാർ കൗൺസിൽ അങ്ങനെ ഒന്നും വിട്ടാൽ പറ്റില്ല, അതൊന്ന് അന്വേഷിച്ച് എന്ന് പറഞ്ഞ് ചെയ്തു. ഇതില്ലെങ്കിലും അവർക്ക് ഹാജരാകാൻ കാരണം അവരുടെ പെറ്റീഷനാണ്, അവർക്ക് പാർട്ടി ഇൻ പേഴ്സൺ ഹാജരാവാം. ഇപ്പം ഞാൻ വക്കീലാണ്, പക്ഷെ ഞാൻ എനിക്ക് വേണ്ടി വാദിക്കുകയാണെങ്കിൽ ഞാൻ ഫുൾ വക്കീൽ വേഷത്തിൽ വാദിക്കാൻ പാടില്ല. ആ നെക്ക് ടൈ അഴിച്ചു വയ്ക്കണം, ആ ഗൗണും അഴിച്ച് കേരള ഹൈക്കോടതിയിൽ ഞാൻ ഹാജരായിട്ടുണ്ട്. ഈ ഗൗൺ അഴിച്ച് നെക്ക് ടൈ ഇല്ലാതെ കോട്ട് ബട്ടൺസ് ഇടാതെ വക്കീലിൻ്റെ കോട്ട് തന്നെയുണ്ട്. അപ്പോൾ കോടതിക്ക് മനസ്സിലാവും ഇയാൾ വക്കീലാണ്, പക്ഷേ പാർട്ടി ഇൻ പേഴ്സണാണ്, അതുകൊണ്ട് ഫുൾ വേഷത്തിലല്ല. അപ്പോൾ അത് ഓരോ കോടതിയിലും ഓരോ, ചില സ്ഥലത്ത് ഗൗൺ ഇടാം പക്ഷേ നെക്ക് ടൈ പാടില്ല, ഇങ്ങനെയൊക്കെയാണ് ചട്ടം. അതാണ് ഹൈക്കോടതിയിലെ ചട്ടം അനുസരിച്ച് നമ്മൾ പെരുമാറിയത്. അപ്പോൾ മമതാ ബാനർജി ഈ വഴക്കിന് പോകാതെ അവരുടെ നെക്ക് ടൈ അഴിച്ചു മാറ്റി അവർ ഹാജരായിരുന്നെങ്കിൽ BCIക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ പാർട്ടി ഇൻ പേഴ്സൺ ഹാജരായതാണ് കൂടാ എന്ന് പറയാൻ പറ്റും. അതവർ ഫുൾ അവരൊന്ന് ഷൈൻ ചെയ്യാനായിട്ട് നോക്കിയപ്പോഴാണ് മറ്റവർക്ക് ചൊറിഞ്ഞതും ഇത് വന്നത്. ഏതായാലും അത് ഗൗരവമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതൊന്നും വലിയ കാര്യമായിട്ട് കോടതി എടുക്കുകയില്ല. ബട്ട് അതല്ലാതെ അവരുടെ ടാർഗറ്റഡ് ഗ്രൂപ്പ് ഇപ്പോൾ അവർ നിലവിളിക്കുകയാണ്. അവരുടെ ആൾക്കാർ പോകുന്നതാണ്. അവർ കഴിഞ്ഞ ദിവസവും പറഞ്ഞു പോകാനുള്ളവരൊക്കെ പൊക്കോ, ബാക്കി സൗകര്യമുള്ളവരെൻ്റെ കൂടെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നിരാശയായിട്ട് വർത്തമാനം. ഒരുപാട് പേര് ടീംസ് വിട്ട് പോകുന്നു, പലരും അടിപേടിച്ചിട്ട് പോകുന്നു. അതല്ലെങ്കിൽ ചിലരെയൊക്കെ പേടിപ്പിച്ചാണ് അവർ കൂടെ നിർത്തിയത്. ഇപ്പോൾ പേടി മാറിക്കഴിഞ്ഞപ്പോൾ അവരിറങ്ങി. ഈ കേസിലെല്ലാം താഴെ തട്ടി കുത്തിയെടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ CPM കുറച്ച് ധൈര്യമൊക്കെ നമ്മുടെ പാർട്ടി ഓഫീസിലൊക്കെ തുറക്കുന്നു. ഇവിടെ നിന്ന് അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയവരൊക്കെ തന്നെ ഇങ്ങോട്ട് മടങ്ങി വരാതെ അവിടെ ഇരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ BJP CPM കൂടെ വളർത്തിക്കൊണ്ട് വരുവാണെങ്കിൽ അല്ല, ഇനി അതിന് സാധ്യതയുണ്ട്. ഒന്നാമത്തെ കാര്യം, മമതയെ തോൽപ്പിച്ചത് BJP മാത്രമല്ലല്ലോ. മമതയെ തോൽപ്പിച്ചതിൽ ഇപ്പോൾ ഈ സോക്കോൾഡ് ഇന്ത്യ മുന്നണിക്ക് സമ്പൂർണ്ണമായ പങ്കില്ലേ. മമതയെ തോറ്റ 80ഓളം മണ്ഡലങ്ങളിലെ വോട്ടിംഗ് നില നോക്കി ഞാൻ. 80ഓളം മണ്ഡലങ്ങളിൽ മമതയെ തോൽപ്പിച്ചത് എങ്ങനെയാണ്? ഓഫ് കോഴ്സ് BJP അവിടെ സ്ഥാനാർത്ഥിയാണ്. ആ കൂട്ടത്തിൽ സാക്ഷാൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുണ്ട്, അടുത്ത സ്ഥാനാർത്ഥി CPMന്റെ സ്ഥാനാർത്ഥിയാണ്, OYCയുടെ സ്ഥാനാർത്ഥിയുണ്ട്, സിദ്ദീഖിയുടെ സ്ഥാനാർത്ഥിയുണ്ട്, ഹുമയൂൺ കബീറിന്റെ സ്ഥാനാർത്ഥിയുണ്ട്. ഈ ഹുമയൂൺ കബീർ, സിദ്ദീഖി, OYC തുടങ്ങിയ പരിവാരങ്ങളെയൊക്കെ BJP തീർച്ചയായിട്ടും പെയ്ഡാണ്, പോറ്റുന്നതുമാണ്. ആ ടാക്ടിക്സ് എല്ലാം ജയിച്ചപ്പോഴാണല്ലോ. ഇപ്പോൾ മമത തോറ്റതിന് ഇവിടെ പടക്കം പൊട്ടിച്ച് ഞാൻ കണ്ടു പലരും. മമത തോറ്റതിന് പടക്കം പൊട്ടിക്കുന്ന CPM. അവർക്ക് എന്ത് അവകാശമുണ്ട്? മമതയെ തോൽപ്പിച്ച അവരാണെന്നല്ല എൻ്റെ അർത്ഥം. അപ്പോൾ മമതയെ തോറ്റു. ഇനിയിപ്പോൾ ബംഗാൾ പൊളിറ്റിക്സിൽ ഇപ്പോൾ ഈ പറഞ്ഞ സാധനം, ഇപ്പം ഈ പറഞ്ഞ ഈ കേസ് ഉണ്ടല്ലോ, രണ്ട് കാര്യമാണത് ലോകത്തോട് കൊടുക്കുന്ന മെസ്സേജ്. ഒന്ന്, അവർക്ക് മനസ്സിലായിരിക്കുന്നു ഇനി ഞാൻ വെറും വക്കീൽ മാത്രമാണ്. രണ്ട്, സാറ് പറഞ്ഞ TG പറഞ്ഞ അതെ, അവരുടെ നിരാശയുണ്ടല്ലോ. ബംഗാൾ പൊളിറ്റിക്സിന്റെ ഈ നാൾ വഴികൾ അറിയാവുന്ന, നമ്മളെക്കാൾ നന്നായി അറിയാവുന്ന മമതയ്ക്ക് കൃത്യമായിട്ടാണ് ബംഗാളിന്റെ ഒരു ഒഴുക്ക് അങ്ങനെയാണ്. ഒഴുകിയാൽ കംപ്ലീറ്റ് തീരം തകർത്തിട്ടാണ് ഒഴുകുക. ഇനി എന്താ സമയം, എൻ്റെ ഒരു സങ്കടം ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു ആശങ്ക ഞാൻ പറഞ്ഞുതരാം. CPMന്റെ ആപ്പീസ് അടക്കമുള്ള സകല ഗുണ്ടായിസവുമാണ് മമതയിൽ വന്നു ചേർന്നത്. മമതയിൽ നിന്ന് അതുപോലെയാണ് BJPയിലേക്ക് ഒഴുകിയാൽ ഇനി BJPക്ക് വലിയ തലവേദന അതാവും. ഇവരുടെ ഗുണ്ടായിസം, അവരെ ഇത് ഗുണ്ടായിസം പഠിപ്പിച്ചവനെ എളുപ്പമല്ലല്ലോ മടക്കി ചേർത്താൻ. BJP കഷ്ടപ്പെടേണ്ടി വരും. എന്തായാലും മമതയ്ക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഒന്ന്. രണ്ട്, കോടതിക്കും പൊതുജനങ്ങൾക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു ഇനി ഇവരുടെ ഈ പോക്രിത്തരമൊന്നും അനുവദിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, കോടതിയിലും അനുവദിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. നിയമപ്രകാരം അവർ വന്നത് ശരിയാണോ, അവരുടെ ഈ എൻറോൾമെന്റ് നിലനിൽക്കുന്നുണ്ടോ, അത് ആവശ്യാനുസരണം പുതുക്കിയിട്ടുണ്ടോ എന്നൊക്കെ തീർച്ചയായിട്ടും പരിശോധിക്കും. ബംഗാള്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടായത്, ബംഗാള് സത്യത്തിൽ ഇപ്പോഴും ഒരു സമാന്തര ബംഗ്ലാദേശ് ആവാൻ പാടില്ലല്ലോ. ബംഗ്ലാദേശിൽ നിന്ന് 100 രൂപയൊക്കെ കൈക്കൂലി കൊടുത്ത് നുഴഞ്ഞു കയറി വന്നതാണ് എൻ്റെ അച്ഛൻ. ഇവിടെ പണിയെടുക്കുന്ന എത്രയോ പേര് എന്നോട് പറയാറുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിൽ പണിയെടുക്കുന്നവൻ ഒന്നും ബംഗാളിയല്ല. അപ്പൊ അങ്ങനെയുള്ളവരെ ഒരു വോട്ട് ബാങ്ക് ആക്കി നിലനിർത്തിയിട്ട്, അതുകൊണ്ടാണ് അവർ തിരിച്ചു വരാത്തത്. ബംഗാളികൾ കേരളത്തിൽ നിന്ന് പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല. 20% മറ്റോ തിരിച്ചു വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവർ വരാത്തതുണ്ട്. ബംഗ്ലാദേശിലേക്ക് പോയി കുറച്ച് പേര് ബംഗാളിൽ തന്നെ നിൽക്കുന്നു. കാരണം ഈ SIRനെ ചൊല്ലി അനാവശ്യമായ അപവാദം പേടിയൊക്കെ ചെയ്തില്ല. അപ്പോൾ അത് കേരളത്തിലെ രാഷ്ട്രീയക്കാർക്കും കിട്ടേണ്ട ഒരു പാഠമാണ്. SIR എന്തോ വലിയ കുഴപ്പമാണ്, പൗരത്വം എടുത്ത് കളയുമെന്ന് പറഞ്ഞു യുവമാർ പേടിച്ചു പോയി.
ഇവരിപ്പോൾ അവിടെ പോയി നിൽക്കുന്നത്, ഒന്ന് അവിടെ ഒരു 3500ഓളം ഫാക്ടറികൾ ഉടനെ തുറക്കുമെന്ന് സുവേന്ദു അധികാരി പറഞ്ഞു. പൂട്ടിക്കളഞ്ഞില്ല, വെറുതെ ഗുണ്ടായസം കാണിച്ച് പൂട്ടിയതെന്ന്. അതിൻ്റെയൊക്കെ ഉടമസ്ഥന്മാർ അവിടെ തന്നെയുണ്ട്. അന്തരീക്ഷം ശാന്തമായി കഴിഞ്ഞാൽ അവർ തുറക്കാൻ തയ്യാറാണ്. തീർച്ചയായും അവർക്ക് വേറെ വലിയ പ്രിപ്പറേഷനൊന്നും വേണ്ട. ലോ ആൻഡ് ഓർഡർ ശരിയായി കഴിഞ്ഞാൽ അവർ തുറന്ന് പ്രവർത്തിക്കും. അപ്പോൾ ഇവൻ അവിടെ അങ്ങ് കൂടും. അത് പൂട്ടിയപ്പോഴാണ് ഇവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ ഈ ദാരിദ്ര്യം കൊണ്ട് നാട് വിട്ട് നമ്മുടെ നാട് വലിയ ഗൾഫ് രാജ്യങ്ങളെക്കാൾ സമൃദ്ധമായ രാജ്യമാണെന്ന് ഇതേ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്ത് വന്നിട്ട് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ 34 കൊല്ലം ഭരിച്ചവർ എങ്ങനെയാണ് നാട് ഭരിച്ചത് എന്ന ചോദ്യം കൂടി വളരെ പ്രസക്തല്ലേ? എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ബംഗാൾ മാറട്ടേനെ, ബംഗാൾ BJP-യുടെ ഇതുവരെ ഭരിച്ചിട്ട്. ഈ നമ്മുടെ ഗൾഫിലും ഇതുപോലത്തെ സിറ്റുവേഷൻ സാർ നോക്കും. ഗൾഫിൽ മാസം 1 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ആള്, അയാൾക്ക് കേരളത്തിൽ ഒരു 50,000 60,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഗൾഫ് വിട്ടിട്ട് കേരളത്തിൽ വരും. തീർച്ചയായിട്ടും വരും. 1 ലക്ഷം തന്നെ വേണം, 1.5 ലക്ഷം വേണമെന്നൊന്നുമില്ല. ഇത് ഈ ബംഗാളികൾക്കും സംഭവിച്ചു. അവർക്ക് ഇവിടെ ശമ്പളം കൂലി ഇച്ചിരി കൂടുതലാണ്. പക്ഷെ അവിടെ അവരുടെ നാടാണ്, അവരുടെ അച്ഛനും അമ്മയും അവിടെയുണ്ട്, വയസ്സായവരാണ്, ഭാര്യ അവിടെയുണ്ട്, പിള്ളേരെ പഠിപ്പിക്കുക. ഇവിടുത്തെ പോലെ ശ്വാസം മുട്ടലില്ല. ഏതെങ്കിലും ഒരു ഹാളിൽ ഇവരെ എല്ലാം കൂടെ ഒരുമിച്ച് കിടത്തുക, അതൊക്കെയാണല്ലോ ഇവിടെ. അപ്പോൾ ആ നരക ജീവിതത്തിൽ നിന്ന് മാറിയിട്ട് കാശൽപ്പം വരുമാനം കുറവാണെങ്കിലും അവരുടെ സ്വന്തം ഗ്രാമത്തിൽ അവർക്ക് ജീവിക്കാം. അല്ല, നടക്കട്ടെ. ബംഗാളിന്റെ മാറ്റം ഇങ്ങനെ ഒരു സ്ലോ പ്രോസസ് അല്ല, മാറുമ്പോ പൊടുന്നനെ മാറും. അല്ല, പക്ഷേ ഇത്രയും കാലം അവിടെ ഇപ്പം ഒരു ബിസിനസ് സംരംഭം, ഇപ്പം ചില പറഞ്ഞ പോലെ ഈ ഫാക്ടറി ഒക്കെ തുടങ്ങുമ്പോൾ ഈ ഫാക്ടറി ഒക്കെ അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലാണ് അവർ നാളെ അവിടെ കൊണ്ടുവന്ന് TMCയുടെ ഒരു ബോർഡ് വെക്കും, എന്നിട്ട് പാർട്ടി ഓഫീസാന്ന് പറയും. അങ്ങനെ മൈതാനങ്ങൾ അല്ലെങ്കിൽ വലിയ പ്ലോട്ടുകൾ ഇതൊക്കെ തന്നെ അവർ സ്വന്തമാക്കി. അപ്പോൾ ഇതിനകത്തൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ TMCയുടെ ആൾക്കാരൊക്കെ ഇൻവോൾവ് ആയിരുന്നു. ഇത്രയും നാൾ മമത പിന്തുണയ്ക്കുന്നായിരുന്നു. ഇപ്പോൾ സുവേന്ദു അധികാരി പറഞ്ഞ അതിൻ്റെ ഉൾപ്പെടെ അടിവേര് മാന്തിയെടുക്കും എന്ന് പറഞ്ഞാൽ ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥർ ഈ മമതയ്ക്ക് വേണ്ടി പിന്തുണച്ചവർ എല്ലാം കൂടെ വലിച്ചരച്ച് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഒരുപാട് കള്ളത്തരങ്ങളിലൂടെ പുറത്തു വരുമല്ലേ? കാരണം സുവേന്ദു അധികാരി മമതയുടെ കൂടെ ആയിരുന്നല്ലോ. അതുകൊണ്ട് അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് എന്തൊക്കെ ദുഷ്കൃത്യങ്ങൾ അവിടെ ആയിരുന്നല്ലോ, കൊണ്ടുപോയതാണ്. അല്ല, ഇനി ഒരു കാര്യം കൂടി സംഭവിക്കാൻ പോകുന്നത്, നീ സിനുജി ആദ്യം പറഞ്ഞൊരു കാര്യം കൂടി സംഭവിക്കാൻ പോകുന്നുണ്ട്. ഈ CPM 34 കൊല്ലം ഭരിച്ചതിൻ്റെ ആത്യന്തികമായ റിസൾട്ട് എന്താണെന്ന് അവർ കണ്ടു. അതാണ് മമതയുടെ ഒരു പതനത്തിന് ശേഷം തീർച്ചയായിട്ടും അവരുടെ കൂടി പൂർവ്വകാല അബദ്ധങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സാമൂഹ്യ വിപ്ലവം ഇപ്പോഴും അവരത് നടത്തിയിട്ടില്ലല്ലോ. കേരളത്തിൽ പോലും പരിമിതമായ തോതിലാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടപ്പാക്കാൻ ശ്രമിച്ച സാമൂഹ്യ പരിഷ്കാരമുണ്ട്, അത് അവിടെ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു പാർട്ടി ഇനിയും ഉണ്ടായി വരുന്നെങ്കിൽ അതും ബംഗാളിക്ക് നല്ലതാണ്, വരട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.